ഹായ് കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളുടെ ശ്യാമ ടീച്ചർ പിന്നെ വന്നിരിക്കുകയാണ്. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 3യിൽ തന്നെ 4th ചാപ്റ്റർ ദ കിങ്സ് കണ്ടീഷനാണ് കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് സ്ഥിരം പറയുന്നത് പോലെ തന്നെ ടീച്ചറുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, കൊച്ചു കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് ഓൺ ആക്കി വയ്ക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ദ കിങ്സ് കണ്ടീഷൻ. കിങ് എന്ന് പറഞ്ഞാൽ ആരാ? രാജാവ് അല്ലേ? രാജാവിനൊരു വ്യവസ്ഥയുണ്ടായിരുന്നു, ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ രാജാവ് എന്ന് പറയുന്നത് വിജയനഗർ എന്ന് പറയുന്ന രാജ്യത്തെ കൃഷ്ണദേവരായ രാജാവാണ് കേട്ടോ. ആ രാജാവിൻ്റെ പേരാണ് കൃഷ്ണദേവരായ അല്ലേ? ഈ രാജ്യസഭയിലെ കോർട്ട് പോയിട്ടായിരുന്നു അല്ലേ, രാജ്യകവിയായിരുന്നു തെനാലിരാമൻ. തെനാലിരാമൻ അറിയാമോ? തെനാലിരാമൻ വളരെ ബുദ്ധിമാനും ജ്ഞാനിയുമായ ഒരു വ്യക്തിയായിരുന്നു കേട്ടോ. നമുക്ക് വേറൊരു കഥ കേട്ടാലോ ഈ പാഠത്തിന് മുമ്പ്? ഇതും തെനാലിരാമൻ്റെ കഥ തന്നെയാണ് കേട്ടോ. നമ്മൾ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മാത്രമല്ല ഇത് എന്താണെന്ന് അറിയാമോളൂ, ബാക്കി ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഈ രാജാവ് ഒരു സ്വപ്നം കണ്ടു. ആരാണ്? കൃഷ്ണദേവരായ രാജാവ് ഒരു സ്വപ്നം കണ്ടു. എന്താണ്? ഒരു വലിയ ഗോൾഡൻ പാലസാണ് കണ്ടത്. അദ്ദേഹത്തിൻ്റെ ഗോൾഡൻ പാലസ് അദ്ദേഹം മാത്രമേ കണ്ടിട്ടുള്ളൂ. ഒരു ദിവസം പാലസ് സ്വപ്നം കണ്ടതിന് പിറ്റേ ദിവസം രാജ്യസഭാ അംഗങ്ങളോട് അദ്ദേഹം പറഞ്ഞു, ഞാൻ സ്വപ്നത്തിൽ കണ്ട പാലസ് നിങ്ങൾ പണിയുകയാണെങ്കിൽ, ഇത്ര ദിവസത്തിനുള്ളിൽ നിങ്ങൾ പണിയുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 കിഴി സ്വർണ്ണ നാണയം നാം തരുന്നതാണ് എന്ന് രാജാവ് പറഞ്ഞു. ഇത് കേട്ട് രാജ്യസഭാ അംഗങ്ങൾ എല്ലാവരും പേടിച്ചു. എന്തുകൊണ്ടാ? രാജാവിനോട് മറുത്തൊന്നും പറയാൻ പറ്റില്ല അല്ലേ? ഞങ്ങൾ സ്വപ്നം കണ്ടില്ല രാജാവേ എന്ന് പറയാൻ പറ്റുമോ? ചിലപ്പോൾ രാജാവ് തല വെട്ടിക്കളയും. അത് കാരണം അവരൊന്നും മിണ്ടിയില്ല. അവർ ഭയങ്കര ഭയന്നിരുന്നു അല്ലേ? പക്ഷേ ഇവർക്ക് കൊടുത്ത സമയം തീരാറായി. അവരിൽ ഒരാൾ മന്ത്രി എന്ത് ചെയ്തു? നമ്മുടെ തെനാലിരാമൻ, ബുദ്ധിമാനായ തെനാലിരാമനെ പോയി കണ്ടു. രാമ, നിങ്ങൾക്ക് മാത്രമേ ഇതിന് പരിഹാരം കണ്ടെത്താൻ പറ്റുള്ളൂ എന്ന് തെനാലിയോട് പറഞ്ഞു. അപ്പം തെനാലി എന്ത് പറഞ്ഞു? നാം ഒരു പരിഹാരം കണ്ടുവച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം രാജാവിൻ്റെ സഭയിലേക്ക് ഒരു വൃദ്ധൻ കയറി വരുവാണ്. വൃദ്ധൻ പറഞ്ഞു, രാജാവേ, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് എന്ത് ചെയ്തു? രാജ്യത്തിൻ്റെ വലിയൊരു പദവിയിലിരിക്കുന്ന ആളാണല്ലേ. രാജാവ് എന്ത് ചെയ്തു? ധൈര്യമായിട്ട് പറഞ്ഞു, നാം എന്ത് വേണമെങ്കിലും അങ്ങക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വൃദ്ധൻ പറഞ്ഞു, ഞാൻ പറയുന്ന കാര്യം കേട്ടിട്ട് രാജാവ് എന്നെ ശിക്ഷിക്കരുതെന്ന് പറഞ്ഞു. ഇല്ല, നാം ഒരിക്കലും ശിക്ഷിക്കുകയില്ല എന്ന് രാജാവ് വാക്കും കൊടുത്തു കേട്ടോ. അപ്പോൾ ഈ വൃദ്ധൻ പറയുകയാണ്, വയസ്സായ വ്യക്തി പറയുകയാണ്, ഞാൻ ഇത്രയും നാളും പണിയെടുത്ത പൈസ ഒരാൾ കട്ടുകൊണ്ട് പോയി അല്ലേ, മോഷ്ടിച്ചുകൊണ്ട് പോയി എന്ന് പറയാണ്. അപ്പോൾ രാജാവിന് ദേഷ്യം വന്നു. അത് ആരാണ് അങ്ങനെ ചെയ്തത്? അയാളുടെ അടയാളം പറയൂ, നാം അവരെ തുറങ്കിലടയ്ക്കാം എന്ന് പറയാനല്ലേ. അപ്പോൾ ഈ വൃദ്ധൻ എന്താ പറഞ്ഞ? രാജാവേ, അത് ആരാണെന്ന് പറഞ്ഞാൽ രാജാവ് എന്നെ ശിക്ഷിക്കരുത് ഒരിക്കലും എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് പറഞ്ഞു, ഇല്ല, താങ്കൾക്ക് ധൈര്യമായിട്ട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ വൃദ്ധൻ പറയുവാണ്, അത് രാജാവാണ് രാജാവെ കട്ടുകൊണ്ട് പോയത് എന്ന് പറഞ്ഞു. ഇത് കേട്ട് രാജാവിന് വളരെ ദേഷ്യം വന്നു. എന്തുകൊണ്ടാ? ഒരു രാജാവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു വൃദ്ധൻ പറയാണ്, രാജാവാണ് സ്വർണം കട്ടുകൊണ്ട് പോയതെന്ന്. അപ്പോൾ രാജാവ് ചോദിച്ചു, അതെങ്ങനെയാണ് സാധ്യമാവുക? നാം എങ്ങനെയാണ് അങ്ങയുടെ സ്വർണം കക്കണേ എന്ന് ചോദിച്ചു അല്ലേ. രാജാവിന് ദേഷ്യം വന്നിട്ട് രാജാവ് ശിക്ഷിക്കാൻ പ്ലാൻ ഇട്ടു. പക്ഷേ അദ്ദേഹം വാക്ക് കൊടുത്തേക്കുവാണല്ലോ ഒന്നും ചെയ്യില്ല എന്ന്. അങ്ങനെ അദ്ദേഹം സമാധാനത്തിൽ ചോദിച്ചു, നാം എങ്ങനെയാണ് ഇത് മോഷ്ടിക്കുക എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ഒരു ദിവസം ഞാൻ കിടന്നുറങ്ങുമ്പോൾ ഞാൻ സൂക്ഷിച്ചു വെച്ച സ്വർണം മൊത്തം രാജാവ് എൻ്റെ സ്വപ്നത്തിൽ വന്നെടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് എന്ത് ചെയ്തു? ഒരിക്കലും സ്വപ്നം സത്യമല്ല, നാം എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അത് ഒരു 2-3 പ്രാവശ്യം റിപ്പീറ്റ് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് രാജാവിന് മനസ്സിലായേ, അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തെ ഒരിക്കലും സത്യമാക്കാൻ പറ്റില്ല അല്ലേ. ആ വൃദ്ധൻ്റെ സ്വപ്നം ഒരിക്കലും സത്യമല്ല. അപ്പം നമ്മുടെ രാജാവ് കണ്ട സ്വപ്നം ആർക്കെങ്കിലും മെനഞ്ഞെടുക്കാൻ പറ്റുമോ? രാജാവ് കണ്ട സ്വപ്നം രാജാവിന് മാത്രമേ അറിയുള്ളൂ. അതുപോലെ ആ വൃദ്ധൻ കണ്ട സ്വപ്നം വൃദ്ധന് മാത്രമേ അറിയുള്ളൂ. അങ്ങനെ രാജാവിൻ്റെ തെറ്റ് മനസ്സിലാക്കി തിരുത്തി അല്ലേ. എന്നിട്ട് രാജാവ് എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു, ഇത് ആരാണ് പറഞ്ഞു കൊടുത്തേ എന്നുള്ളത് കണ്ടുപിടിച്ചു. അത് തെനാലിരാമനാണെന്ന് രാജാവിന് മനസ്സിലായി. തെനാലിരാമന് സമ്മാനങ്ങളൊക്കെ രാജാവ് കൊടുക്കുകയും ചെയ്തു. ഇതിനോടനുബന്ധിച്ചൊരു കഥയാണ്
ഏറെക്കുറെ ചേർന്ന ഒരു കഥയാണ് നമുക്ക് ഈ പാഠഭാഗത്തും പഠിക്കാനുള്ളത്. അപ്പോൾ ടീച്ചർ വായിക്കാം, എല്ലാവരും വിരലുകളൊക്കെ വച്ച് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. എല്ലാവരും ബ്ലൂ ബോക്സ് നോക്കിക്കോട്ടോ. Tenali Rama, the court poet of King Krishnadevaraya of Vijayanagar, solved the gravest of problems by his wit and wisdom. He was loved by the king, due to which the other courtiers were jealous of him. എന്താണ് തെനാലി രാമ അവിടുത്തെ രാജകവിയായിരുന്നല്ലേ. രാജ്യം വിജയനഗർ, രാജാവിൻ്റെ പേര് കൃഷ്ണദേവരായ. അവിടെ വളരെ വിറ്റ് എന്ന് പറഞ്ഞാൽ ബുദ്ധി, വിസ്ഡം എന്ന് പറഞ്ഞാൽ ജ്ഞാനം, ബുദ്ധിയും ജ്ഞാനവുമുള്ള ഒരു വ്യക്തിയായിരുന്നു തെനാലിരാമൻ. ഗ്രാവസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗുരുതരമായ പ്രോബ്ലംസും വളരെ ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങളും പരിഹരിക്കുന്ന വ്യക്തിയായിരുന്നു തെനാലിരാമ. പക്ഷേ അതുകൊണ്ട് തന്നെ അവിടെയുള്ള നാട്ടുകാർക്കാർക്കും തെനാലിരാമനെ ഇഷ്ടമല്ലായിരുന്നു. ജലസി ആയിരുന്നല്ലേ, കുശുമ്പ് കുറച്ചുണ്ടായി, അസൂയൊക്കെ ഉണ്ടായിരുന്നു പുള്ളിയോടല്ലേ. രാജാവിനെ വളരെ ഇഷ്ടമായിരുന്നു. താഴത്തേക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. കിങ് കൃഷ്ണദേവരായ ഈസ് ഇൻ എ ഗുഡ് മൂഡ്. ഹി ഗീവ്സ് ഈച്ച് ഓഫ് ഹിസ് കൺട്രിയേഴ്സ് എ ബാഗ് കണ്ടെയ്നിങ് 15 ഗോൾഡ് കോയിൻസ്. നല്ല മൂഡായിരുന്നു നമ്മുടെ രാജാവ് കൃഷ്ണദേവരായയ്ക്ക്. അദ്ദേഹം എന്ത് ചെയ്തു? 15 ഗോൾഡ് കോയിൻസ് ആ നാട്ടിലുള്ള ആൾക്കാർക്ക് കൊടുത്തു. The courtiers are thrilled. Just then the king says, I want you to buy things with these gold coins within 1 week. അവിടെയുള്ള നാട്ടുകാരെല്ലാവരും എന്ത് ചെയ്തു? ത്രില്ലടിച്ചല്ലേ. വളരെ ആകാംക്ഷാഭരിതരായി. അപ്പോൾ കിങ് എന്ത് പറഞ്ഞു? രാജാവ് എന്ത് പറഞ്ഞു? നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നിങ്ങൾ ഈ ഗോൾഡ് കോയിൻ വെച്ച് വാങ്ങിക്കണം. പക്ഷേ 1 വീക്ക് മാത്രമേ ഉള്ളൂ, വിത്തിൻ 1 വീക്കിനുള്ളിൽ കേട്ടോ. At the end of the week, show me all that you buy. But there is a condition. Every time you spend a gold coin, you have to see my face. രാജാവ് എന്ത് ചെയ്തു? എന്നിട്ട് ആഴ്ചയുടെ അവസാനം, എൻഡ് ഓഫ് ദ വീക്ക്, ആഴ്ചയുടെ അവസാനം നിങ്ങൾ എന്താണ് വാങ്ങിച്ചതെന്നുള്ളത്, ഷോ മീ ഓൾ ദാറ്റ് യു ബൈ, എന്താണ് വാങ്ങിച്ചതെന്നുള്ളത് എന്നെ കാണിച്ചു തരണം. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു അല്ലേ. എന്തായിരുന്നു? ഓരോ ഗോൾഡ് കോയിൻസും സ്പെൻഡ് ചെയ്യുമ്പോൾ എൻ്റെ മുഖം, രാജാവിൻ്റെ മുഖം കണ്ടിട്ടാണ് സ്പെൻഡ് ചെയ്യാമോളൂ അല്ലേ, ചിലവാക്കാമോളൂ. സ്പെൻഡ് എന്ന് പറഞ്ഞാൽ ചിലവാക്കുക കേട്ടോ. All the courtiers are very pleased. They leave for the market to do some shopping. But whenever they decide to buy something, they remember the king's condition. How can they see the king's faces in the market? അല്ലേ? എന്ത് ചെയ്തു? രാജ്യത്തെ ആൾക്കാർ വളരെ ദയാകുലരായി അല്ലേ. അവർക്ക് വളരെ നന്ദിയായിരുന്നു രാജാവിനോട്, ഇത്രയും പൈസ കൊടുത്തില്ലേ. അതുകൊണ്ട് അവർ മാർക്കറ്റിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ, ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. എന്നിട്ട് അവിടെ ചെന്ന് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് നിന്നപ്പോൾ നമ്മുടെ കിങ്ങിൻ്റെ വ്യവസ്ഥ ഓർത്തു, കണ്ടീഷൻ. ഓരോ സാധനം വാങ്ങുമ്പോഴും കിങ്ങിൻ്റെ മുഖം കാണണ്ടേ. അപ്പോൾ അവിടെ വിചാരിക്കുകയാണ്, എങ്ങനെ കാണും മാർക്കറ്റിൽ രാജാവിൻ്റെ മുഖം അല്ലേ. രാജാവ് മാർക്കറ്റിൽ വരുമോ? ഇല്ല, രാജ്യത്തെ വലിയൊരു മനുഷ്യനാണ്, രാജാവ് മാർക്കറ്റിലൊന്നും വരില്ല അല്ലേ. If they do not see the king's face, they cannot spend the gold coins. The courtiers are puzzled. മാർക്കറ്റിൽ കാണാൻ പറ്റില്ല അല്ലേ, വിപണിയിലൊന്നും കാണാൻ പറ്റില്ലാത്തത് കാരണം അവർക്ക് കിങ്ങിൻ്റെ ഫേസ് കാണണ്ടേ. കാണാൻ പറ്റില്ലാത്തവർ എന്ത് ചെയ്തു? അവർക്ക് ആ ഗോൾഡ് കോയിൻസ് സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അവരാകെ പസിൽഡ്, ആശയക്കുഴപ്പത്തിലായി. Some of them stay in the market for the whole week. They think if the king himself come to the market to buy something, we might get to see his face. Then we can spend the gold coins. അവരെന്ത് പറഞ്ഞു? മാർക്കറ്റിൽ കുറേ നേരം സ്പെൻഡ് ചെയ്തു അല്ലേ, വീക്ക്, ആഴ്ച മൊത്തം സ്പെൻഡ് ചെയ്താലും രാജാവിൻ്റെ മുഖം മാർക്കറ്റിൽ കാണാൻ പറ്റില്ല. മാർക്കറ്റിൽ രാജാവിൻ്റെ മുഖം കാണാണ്ട് അവർക്ക് ആ ഗോൾഡ് കോയിൻസ് സ്പെൻഡ് ചെയ്യാനും പറ്റില്ല എന്ന് അവർ ഇങ്ങനെ പറയണം അല്ലേ, നാട്ടുകാർ പറയാണ്. ബട്ട് ദ കിങ് ഡസ് നോട്ട് കം ടു ദ മാർക്കറ്റ്. ദ വീക്ക് പാസസ് ഇൻ ദിസ് മാനർ. രാജാവ് മാർക്കറ്റിൽ വന്നതേയില്ല. അങ്ങനെ ആ ആഴ്ച, വീക്ക്
മര്യാദയോടുകൂടി കടന്നുപോയി. മാനർ മര്യാദ കേട്ടോ, മര്യാദയോടുകൂടി കടന്നുപോയി. വെൻ ദ കോർട്ട് അസംബിൾസ് ആഫ്റ്റർ എ വീക്ക്, രാജ്യസഭ വിളിച്ചു കൂട്ടി അല്ലേ, രാജാവ് രാജ്യസഭ വിളിച്ചു കൂട്ടി. ദ കിങ് ആസ്ക് ദ കൺട്രിയേഴ്സ്, രാജാവ് രാജ്യത്തുള്ള ആളുകളോട് ചോദിച്ചു. വെൽ ഹൗ ഡിഡ് യു സ്പെൻഡ് ദ ഗോൾഡ് കോയിൻസ് ഗിവൺ ടു യു? ദ കൺട്രിയേഴ്സ് ഹാവ് നോ റിപ്ലൈ. രാജാവ് ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങനെയാണ് ഗോൾഡ് കോയിൻസ് ചിലവാക്കിയത്? എന്തൊക്കെ സാധനങ്ങൾ വാങ്ങി എന്നാണ് രാജാവ് ചോദിക്കുന്നത്. അപ്പോൾ രാജ്യത്തെ ആൾക്കാരൊക്കെ എന്ത് ചെയ്തു? റിപ്ലൈ ചെയ്യാണ്ട് മിണ്ടാതെ നിന്നു അല്ലേ. ദ റോയൽ പ്രീസ് ഗെറ്റ്സ് അപ്പ് ഫ്രം ഹിസ് സീറ്റ്. രാജ്യത്തെ പുരോഹിതൻ എന്ത് ചെയ്തു? ഇരുന്ന സീറ്റിൽ നിന്ന് എണീറ്റങ്ങോട്ട് നിന്നു. ഹി സേസ്, യു മജസ്റ്റി, വി കുഡ് നോട്ട് ബൈ എനിത്തിങ് അറ്റ് ഓൾ. മഹാരാജാവേ, ഞങ്ങൾക്ക് ഒന്നും വാങ്ങാൻ കഴിഞ്ഞില്ല അല്ലേ, നമുക്കൊന്നും വാങ്ങാൻ കഴിഞ്ഞില്ല. ഹൗ ആൻഡ് വെയർ കുഡ് വി സീ യുവർ ഫേസ് ഇൻ ദ മാർക്കറ്റ്? വളരെ ദയാപൂർവ്വം ചോദിക്കുകയാണ്, നമ്മൾ എങ്ങനെയാണ് അങ്ങയുടെ മുഖം മാർക്കറ്റിൽ കാണുക അല്ലേ? അവർ ചോദിക്കുന്നതിൽ കാര്യമുണ്ടല്ലേ, രാജ്യത്തെ രാജാവ് എങ്ങനെ സന്ധ്യ പോകും? ശരിയല്ലേ? എങ്ങനെ ഹൗ ആൻഡ് വെയർ കുഡ് വി സീ യുവർ ഫേസ് ഇൻ ദ മാർക്കറ്റ്? ഞങ്ങൾ എങ്ങനെ അങ്ങയുടെ മുഖം കാണും ചന്തയിൽ അല്ലേ? ദെൻ പോയിൻറ്റിങ് ടുവേർഡ്സ് ദ ബാഗ്സ് ഓഫ് ഗോൾഡ് കോയിൻസ് ദാറ്റ് ഓൾ ദ കൺട്രിയേഴ്സ് ഹാവ് ബ്രോട്ട് ബാക്ക്. ഗോൾഡ് കോയിൻസിൻ്റെ പൗച്ചില്ലേ, കിഴി എന്ത് ചെയ്തു? തിരിച്ചു കൊടുക്കാൻ ഒരു ഉദ്ദേശിച്ചു. ദ റോയൽ പ്രീസ്റ്റ്, രാജപുരോഹിതൻ കൂട്ടിച്ചേർത്ത് പറയുകയാണ്, സിന്നോൺസ് ഓഫ് us could see your face in the market. We did not spend a single gold coin. ഞങ്ങൾക്ക് ഇതുവരെയും കാണാൻ പറ്റിയില്ല, ഇനിയിട്ട് കാണുകയും ചെയ്യില്ല അല്ലേ. ഒരു ഗോൾഡ് കോയിൻ പോലും ഞങ്ങൾ ചിലവാക്കിയിട്ട് പോലുമില്ല എന്ന് കൂട്ടിച്ചേർത്ത് നമ്മുടെ രാജപുരോഹിതൻ ഇരിപ്പിടത്തിൽ നിന്ന്, സീറ്റിൽ നിന്ന് ചാടി എണീച്ച് പറയുകയാണ് ഉണ്ടായത്. അപ്പോൾ അപ്പുറത്തെ പേജ് മറിച്ചോ, അപ്പുറത്തെ പേജ് നോക്കാം. The king looks at Tenalirama. That day Tenalirama has come to the court wearing new clothes and ornaments. The king asks Tenalirama, what about you? അന്ന് തെനാലിരാമൻ എന്ത് ചെയ്തു? പളപള തിളങ്ങി വന്നല്ലേ. തെനാലിരാമനെ നോക്കിക്കഴിഞ്ഞപ്പോൾ നല്ല പുത്തൻ ഉടുപ്പൊക്കെ ഇട്ട് കഴുത്തിലും കയ്യിലൊക്കെ നല്ല ഓർണമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ആഭരണങ്ങൾ കേട്ടോ. അതെല്ലാം ഇങ്ങനെ ഇട്ട് തെനാലിരാമൻ തിളങ്ങി ഇങ്ങനെ വരുവാണ്. അപ്പോൾ രാജാവ് ചോദിക്കുകയെന്ന്, വാട്ട് അബൌട്ട് യു? എന്താണ് തൻ്റെ കാര്യം? ഡിഡ് യു സ്പെൻഡ് ദ ഗോൾഡ് കോയിൻസ്? താങ്കൾ ഗോൾഡ് കോയിൻസ് സ്പെൻഡ് ചെയ്തോ, ചിലവാക്കിയോ? തെനാലിരാമ സ്മൈൽസ് ആൻഡ് ആൻസേഴ്സ്. തെനാലിരാമ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, യു മജസ്റ്റി, ലുക്ക് അറ്റ് ദിസ് ന്യൂ ധോത്തി, ദിസ് സിൽക്ക് കുർത്ത, ദിസ് ബ്യൂട്ടിഫുൾ സ്കാർഫ്. മഹാരാജാവേ, നോക്കൂ, ഇത് പുതിയ ധോത്തി അല്ലേ, പുതിയ മുണ്ടാണ്. ദിസ് സിൽക്ക് കുർത്ത, സിൽക്ക് തിളങ്ങുന്ന കുർത്തയുണ്ട്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കാർഫ് ഉണ്ടല്ലേ. രാജ്യാംഗങ്ങൾ കേട്ടോ, രാജ്യമന്ത്രിസഭയിലെ അംഗങ്ങളെല്ലാവരും മേത്തൊരു തുണിയിടും, ഒരു നല്ല നീട്ടമുള്ള കയ്യിലിങ്ങനെ തൂക്കിയിടാൻ പാകത്തിനൊരു തുണിയിടും. അതിനാണ് സ്കാർഫ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. ആൻഡ് ദിസ് ഷൈനിങ് റിങ്, ഐ ബോട്ട് ഓൾ ദീസ് തിങ്സ് വിത്ത് ദ ഗോൾഡ് കോയിൻസ് ഗിവൺ ബൈ യു. അതുപോലെ തിളങ്ങുന്ന ഒരു മോതിരം കൂടി ഉണ്ടല്ലേ. ഐ ബോട്ട് എന്ന് വെച്ചാൽ വാങ്ങുക എന്നർത്ഥം കേട്ടോ. ബൈ ബോട്ട്, വാങ്ങുക, വാങ്ങി കേട്ടോ. ഐ ബോട്ട്, ഞാൻ വാങ്ങി എന്നാണ് അർത്ഥം വന്നേക്കുന്നത് കേട്ടോ. ഇത് ഗ്രാമർ പോർഷനും കൂടിയാണേ. ഐ ബോട്ട് ഓൾ ദീസ് തിങ് വിത്ത് ദ ഗോൾഡ് കോയിൻസ്. ഇതെല്ലാം അങ്ങ് തന്ന ഗോൾഡ് കോയിൻസ് വെച്ചാണ് വാങ്ങിയിരിക്കുന്നത് എന്ന് നമ്മുടെ തെനാലിരാമൻ പറയുകയാണ്. ദ കൺട്രിയേഴ്സ് ആർ സർപ്രൈസ്ഡ് ആൻഡ് ഹാപ്പി. രാജ്യത്തെ ആൾക്കാരൊക്കെ എന്ത് ചെയ്തു? സന്തോഷപൂരിതരുമായി. അതുപോലെ തന്നെ അവർ സർപ്രൈസായി അല്ലേ, ആകാംക്ഷാഭരിതരുമായി. എങ്ങനെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ദേ തിങ്ക് തെനാലിരാമ ഡിഡ് നോട്ട് സീ ദ കിങ്സ് ഫേസ് ബിഫോർ ബൈയിങ് എനിത്തിങ്. അവരെന്ത് ചെയ്തു? രാജ്യത്തെ ആൾക്കാർ എന്ത് ചെയ്തു? തെനാലിരാമൻ രാജാവിൻ്റെ മുഖം കണ്ടിട്ടായിരിക്കില്ല സാധനങ്ങൾ വാങ്ങിച്ചത് എന്ന് അവർ ചിന്തിച്ചു. ഹി ഹാസ് നോട്ട് ഫുൾഫിൽഡ് ദ കണ്ടീഷൻ laid down ബൈ ദ കിങ്. രാജാവിൻ്റെ വ്യവസ്ഥ നിറവേറ്റിയില്ല. ഫുൾഫിൽഡ് എന്ന് പറഞ്ഞാൽ നിറവേറ്റുക കേട്ടോ. ഇവിടെ ലേ ഡൗൺ എന്നുള്ളത്, ലേ ഡൗൺ എന്ന് ഒറ്റ വാക്കാണെങ്കിൽ അതിന് കിടത്തി എന്നൊരർത്ഥം വരും. പക്ഷെ ഇവിടെ പൂർണ്ണമാക്കുക എന്ന അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പൂർണ്ണമാക്കിയില്ല, ആ വ്യവസ്ഥ നിറവേറ്റിയില്ല, പൂർണ്ണമാക്കിയില്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്.
എന്ന് നമ്മുടെ രാജ്യത്തുള്ള ആളുകളൊക്കെ വിചാരിച്ചു. തെനാലിരാമ ഈസ് ഷുവർലി ഗോയിങ് ടു പണിഷ്ഡ് ടുഡേ. അവർ പറയാണ് ഇന്ന് രാജാവിൻ്റെ കയ്യിൽ നിന്ന് പണിഷ്മെൻറ്റ് കിട്ടും അല്ലേ, ശിക്ഷ കിട്ടും എന്ന് നമ്മുടെ രാജ്യത്തെ അംഗങ്ങളൊക്കെ തെനാലിരാമനെക്കുറിച്ച് പറയുകയുണ്ടായി. താഴേക്ക് നോക്കാം. The king says, Tenali you have not fulfilled the condition laid on by me. You did not see my face in the market, yet you dared to buy these things. തെനാലിരാമനോട് നമ്മൾ രാജാവ് പറയാണ്, നീ എൻ്റെ കണ്ടീഷൻ, എൻ്റെ വ്യവസ്ഥ പാലിച്ചില്ലേ, പൂർണ്ണമാക്കിയില്ലേ, നീ എൻ്റെ ഫേസ് മാർക്കറ്റിൽ കണ്ടില്ലല്ലോ. എങ്ങനെ എങ്ങനെ ധൈര്യപ്പെട്ടു ഈ തിങ്സൊക്കെ നീ വാങ്ങിക്കാൻ? ഡേർഡ് എന്ന് പറഞ്ഞാൽ ധൈര്യപ്പെടുക, DARAD, ഡേർഡ്, ധൈര്യപ്പെടുക എന്നിട്ട് അർത്ഥം വരുന്നേ. എങ്ങനെ നിനക്ക് ധൈര്യം വന്നു ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ? തെനാലിരാമ സേസ്, യു മജസ്റ്റി, ഐ ഹാവ് സ്പെൻഡ് ഓൾ ദ ഗോൾഡ് കോയിൻസ് ഓൺലി ആഫ്റ്റർ സീയിങ് യുവർ ഫേസ്. മഹാരാജാവേ, ഞാൻ എല്ലാ ഗോൾഡ് കോയിൻസും, ഓരോ ഗോൾഡ് കോയിൻസ് ചിലവാക്കുമ്പോഴും അങ്ങയുടെ മുഖം കണ്ടിട്ട് മാത്രമേ ചിലവാക്കുള്ളൂ. ദ കിങ്സ് ക്വസ്റ്റ്യൻസ്, രാജാവ് എന്ത് ചോദ്യം ചെയ്തു. ഹൗ ഈസ് ദാറ്റ് പോസിബിൾ? ഇതെങ്ങനെ സാധ്യമാകും? തെനാലിരാമ ആൻസേഴ്സ്, യു മജസ്റ്റി, ഹാവ് യു ഫോർഗോട്ട് ദാറ്റ് എവറി ഗോൾഡ് കോയിൻസ് ബിയർ ദ പിക്ചർ ഓഫ് യുവർ ഫേസ്. മഹാരാജാവേ, അങ്ങ് മറന്നതാണോ? എല്ലാ ഗോൾഡ് കോയിൻസിലും അങ്ങയുടെ മുഖസാദൃശ്യമുള്ള, ബിയേഴ്സ് എന്ന് പറഞ്ഞാൽ കരടി എന്നാണ് അർത്ഥം വരുന്നത്. പക്ഷേ ഇവിടെ താരതമ്യപ്പെടുത്തുക എന്നുള്ള അർത്ഥത്തിലാണ് എഴുതിയേക്കുന്നത് കേട്ടോ. ബിയേഴ്സിന് വിശേഷണ വാക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, താരതമ്യം ചെയ്യുക. അങ്ങയുടെ മുഖത്തെ താരതമ്യം ചെയ്യുന്ന അതേപോലത്തെ മുഖം അല്ലേ, സെയിം. നമ്മുടെ കണ്ണാടി റിഫ്ലക്ഷൻ എന്ന് പറയില്ലേ, നമ്മളല്ലല്ലോ, പക്ഷേ നമ്മുടെ റിഫ്ലക്ഷനാണ് കാണുന്നത് കേട്ടോ. അതുപോലെ അങ്ങയുടെ മുഖം പതിപ്പിച്ച നാണയമാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ. അപ്പം എല്ലാത്തിനകത്തും അങ്ങയുടെ മുഖമുണ്ട്. എവറി ടൈം ഐ സ്പെൻഡ് എ ഗോൾഡ് കോയിൻസ് ഐ സോ യുവർ ഫേസ് ഇൻ ദിസ് മാനർ. ഞാൻ എൻ്റെ മര്യാദയോടുകൂടി എല്ലാ ഗോൾഡ് കോയിൻസും സ്പെൻഡ് ചെയ്യുന്നതിന് മുമ്പ് അങ്ങയുടെ മുഖം കണ്ടിരുന്നു. ഐ ഫുൾഫിൽഡ് ദ കണ്ടീഷൻ ലേ ഡൗൺ ബൈ യു. ഞാൻ അങ്ങയുടെ വ്യവസ്ഥ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ദ കിങ് സ്മൈൽസ് അറ്റ് തെനാലിരാമ. രാജാവിൻ്റേതോ തെനാലിരാമനെ നോക്കി ചിരിച്ചു. ദ കൺട്രിയേഴ്സ് ഡു നോട്ട് നോ വാട്ട് ടു സേ. കൺട്രിയേഴ്സിന്, രാജ്യത്തെ ആളുകൾക്ക് മനസ്സിലായതേയില്ല എന്താണ് അവിടെ നടക്കുന്നതെന്ന് അല്ലേ. വാസ് ഇറ്റ് തെനാലിരാമ ക്ലവർ? തെനാലിരാമൻ മിടുക്കനായിരുന്നില്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ബുദ്ധിയോടുകൂടി രാജാവ് തന്ന ഒരു കിഴി നാണയം ധൈര്യത്തോടും അതുപോലെ തന്നെ ജ്ഞാനത്തോടും കൂടി ചിലവാക്കി രാജാവ് പറഞ്ഞ ആജ്ഞ പൂർത്തീകരിച്ചിരിക്കുകയാണ്, ഫുൾഫിൽ ചെയ്തിരിക്കുകയാണ് നമ്മുടെ തെനാലിരാമൻ. അപ്പോൾ എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്, ടീച്ചർ പറഞ്ഞു തരുന്നതാണ് കേട്ടോ. നമ്മുടെ ഇന്നത്തെ ക്ലാസ് തീരുകയാണ്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.